ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു തക്കാളി സൈഡ് ഡിഷാണ്. 2 മാസം വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാനും പറ്റുന്നതാണ്. ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാനാണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനുമാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ 1/2 കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കണം. അതായത് നാടൻ തക്കാളി ഇച്ചിരി പുളി കൂടുതലാണ്, പുളി കുറഞ്ഞ തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ തക്കാളിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ പുളിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് അങ്ങനെ ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ നാടൻ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പുളി ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നമ്മളിതുപോലെ ഒരു സ്പൂൺ വെച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ തക്കാളി ഉണ്ടാകാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർക്കാം, എള്ളെണ്ണ. അപ്പോൾ ഈ എള്ളെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എള്ളെണ്ണയ്ക്ക് പകരം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ചധികം നാൾ കേടാകാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ പേരിൽ തന്നെ കുറച്ചധികം എണ്ണയും നമ്മളിതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലി ചതച്ചതാണ്. ഒരു 10 വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്. ആ തൊടോട് കൂടിയിട്ട് തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് അങ്ങനെ തന്നെ ചതച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി അല്ലിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. നമ്മളിങ്ങനെ തൊടോട് കൂടിയിട്ട് വെളുത്തുള്ളി അല്ലി ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി കൂടുതലായിട്ട് ഫ്ലേവർ കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് ചതച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറച്ച് വെക്കാം. അടികട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കൂടെ ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല കളർ കൊടുക്കും. എരിവ് വളരെ കുറവാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ വേണ്ടത് ഉലുവ പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ്. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ആ മസാലയുടെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വേണം വെച്ചിരിക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, എങ്കിൽ മസാല കരിഞ്ഞു പോകും. അങ്ങനെയും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ മസാലയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ചേർക്കാവുന്നതാണ്. തക്കാളിയുടെ മിക്സും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് കൈയെടുക്കാതെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ തക്കാളിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതാണ്. ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് നമ്മുടെ എണ്ണ ഇങ്ങനെ പുറത്തിങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് ഇടയ്ക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആദ്യം നമുക്ക് ഈ കുറച്ചുള്ള ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ തന്നെ ഉപ്പ് ചേർക്കുകയാണ്. നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടിയാണ്. അപ്പോൾ ഈ ശർക്കരയും കൂടി നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ആ പുളിയും എരിവൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്.
വീണ്ടും ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി കുറഞ്ഞ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചേർത്ത് കൊടുത്ത ആ എണ്ണയ്ക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. തണുത്തിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്കിതിനെ ടൊമാറ്റോ പിക്കിളെന്നും പറയാം. പക്ഷേ പിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 ഡിഷിൻ്റെ കൂടെ ആയിരിക്കും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.